You are watching TV Next. നെയ്യാറ്റിൻകര സനാതന അദ്വൈത ആശ്രമം മഠാധിപതി ആചാര്യൻ രാജേന്ദ്രാനന്ദ സൂര്യവംശിയുടെ ജയന്തിയും ബ്രഹ്മസ്ഥാന ക്ഷേത്രമായ വ്ളാങ്യാമുറി ഗുരുമന്ദിരം ദുർഗാദേവി ക്ഷേത്ര വാർഷികവും സമന്വയിക്കുന്ന ആത്മോത്സവത്തിന് കൊടിയേറി. ആചാര്യൻ രാജേന്ദ്രാനന്ദ സൂര്യവംശി ജയന്തി സമ്മേളനം ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമതം എന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൽ നിലവിലിരുന്ന സനാതന വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നാം വിശ്വസിക്കുന്നു. നെയ്യാറ്റിൻകര ചെയർപേഴ്സൺ W.R. ഹീബ അധ്യക്ഷയായിരുന്നു. സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് ഇത്തരം പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയും 2026 ആചാര്യ ശ്രീ രാജേന്ദ്രാനന്ദ സൂര്യവംശി കീർത്തി പുരസ്കാരങ്ങൾ CK ഹരീന്ദ്രൻ MLA, കവി മുരുകൻ കാട്ടാക്കട, ചലച്ചിത്രതാരം സുധീർ കരമന, ജനം TV ബ്യൂറോ ചീഫ് V. വിനീഷ്, കേരള കൗമുദി ലേഖകൻ AP ജിനൻ, ജീവകാരുണ്യ പ്രവർത്തകരായ ഡോക്ടർ ശിവപ്രസാദ്, ജീവകാരുണ്യ പ്രവർത്തകനായ തെക്കൻ സ്റ്റാർ ബാദുഷ, ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശബരിനാഥ് രാധാകൃഷ്ണൻ എന്നിവർക്ക് സമ്മാനിച്ചു. അദ്വൈത ആശ്രമത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ മഹോത്സവത്തിൽ വിവിധ മേഖലകൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയും അത് ഇന്ന് ഈ ആശ്രമത്തിൻ്റെ ഹാളിൽ വെച്ച് നൽകപ്പെടുന്നതും വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. മികച്ച സാംസ്കാരിക പ്രവർത്തകനുള്ള പുരസ്കാരം മഹാനായ ചലച്ചിത്ര താരം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ പ്രേം നസീർ സാറിൻ്റെ പേരിൽ രൂപീകരിച്ച പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പേരിൽ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇതിൻ്റെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ വ്ളാങ്യാമുറി രാജേന്ദ്ര ഗുരുനാഥൻ്റെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. ഇവിടെ ആധ്യാത്മിക കേന്ദ്രം എന്നതിനോടൊപ്പം തന്നെ മാനവസേവ എന്ന് പറയുന്നത് പോലെ ധാരാളം മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ആ സേവനത്തിൽ വളരെയധികം ഹൃദയം നിറഞ്ഞ അർപ്പണത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി, നമസ്കാരം. ഈ പല പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 450 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ദേശീയ ഫെലോഷിപ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ വ്യത്യസ്തമായി ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുക എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ആത്മീയമായ വലിയൊരു സന്തോഷം ലഭിക്കുന്ന കാര്യമാണ്. നെയ്യാറ്റിൻകരയിലെ വ്ളാങ്യാമുറിയിൽ ഗുരുരാജമണ്ഡലത്തിൽ നിന്നും ആത്മീയ ഗുരുവായ സൂര്യവംശി രാജേന്ദ്ര ഗുരുവിൽ നിന്നും ഒരു ആശ്രമത്തിൽ നിന്നും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹരിഹരൻ നായരുടെ കയ്യിൽ നിന്നും ഒരു പുരസ്കാരം കിട്ടുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഈശ്വര ദൈവമാണ്. അപ്പോൾ ഈ ദൈവികമായ ചൈതന്യം കൊണ്ട് മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് മാത്രമല്ല, ഇതെൻ്റെ രണ്ടാമത്തെ എൻ്റെ മൂത്ത മോനാണ്, ചെറുമോനാണ്. അവനെ രാത്രിയാകുമ്പോൾ അവൻ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഭഗവാന്റെ കഥകളാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ കഥകൾ കേട്ടാലേ അവൻ ഉറക്കമുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴും. അവന് സംശയങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അർജുനനെ കുറിച്ചും അതുപോലെ തന്നെ പത്മവ്യൂഹം ഭേദിച്ച അഭിമന്യെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവന് വളരെ സന്തോഷകരമാണ്. ആ ഒരു കഥ കേട്ടാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ദൈവികമായ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ വളർത്തുകയാണെങ്കിൽ അവിടെ അന്തരാത്മാവിൽ ഒരു ചൈതന്യം ഉണ്ടാകുകയും ആ ചൈതന്യത്തിലുള്ള അവർക്ക് സമൂഹത്തിൻ്റെയും നന്മകൾ നേടാനും നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ആ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിട്ട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നന്മമാത്രം നേർന്നുകൊണ്ട് ലോക സംസ്കാരത്തിൽ നിന്ന് പറഞ്ഞു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.